ഇന്നലെ നമ്മൾ രാമലക്ഷ്മൺ ഫൈറ്റിംഗ് മാസ്റ്റേഴ്സിനെയൊക്കെ കണ്ടു. അതിനുശേഷം നമ്മളിപ്പോൾ രാമോജി ഫിലിം സിറ്റിയിലേക്കുള്ള യാത്രയിലാണ്. ഈ വഴി ഇനി ഒരു 40 കിലോമീറ്ററോടെ പോയാൽ രാമോജി എത്തി. കുഞ്ഞി ഇവിടെ ഓക്കെയാണ്. പക്ഷേ വരുന്ന വഴിക്ക് ഇന്നലെ നല്ല മഴയായിരുന്നല്ലോ. മഴയത്ത് വഴിയിലെല്ലാം നിറച്ച് വെള്ളമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഷൂ എല്ലാം ഫുള്ളായിട്ട് നനഞ്ഞ് കുഞ്ഞ് നല്ല ഉറക്കമാണ്. വരുന്ന വഴിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ ദിവ്യ ഗ്രാൻഡ് മൾട്ടി ക്യൂഷൻ റെസ്റ്റോറൻ്റ് എന്നൊക്കെ കണ്ട് ആദ്യമായിട്ടൊരു മൾട്ടി ക്യൂഷനിൽ കയറിയതാണ്. ഇതുപോലെ വേസ്റ്റായിട്ടുള്ള ഒരു സർവീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യം ടോക്കൺ എടുത്തിട്ട് ഞാൻ ഒരിടത്ത് കൊണ്ടുപോയി ബാഗ് വെച്ച് ഞാൻ അവിടെ നിന്ന് ഇരുന്നിട്ടാണ് ടോക്കൺ എടുത്തിട്ട് വന്നത്. ടോക്കൺ എടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പോഴെന്താണ്ട അവിടെ വേറൊരു ഫാമിലി കയറിയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് അടുത്ത ടേബിളെ കൊണ്ടുപോയി എൻ്റെ ബാഗ് വെച്ചിട്ട് പിന്നെ ഈ സാധനം കിട്ടണമല്ലോ. പിന്നെ മൾട്ടി ക്യൂഷനാണ് താനും. അവന് സെൽഫ് സർവീസ് ഉണ്ടാക്കിയാലേ ഉള്ളൂ നടക്കത്തുള്ളൂ. താനും നമ്മൾ നാട്ടിലില്ലാത്ത പൈസ കൊടുക്കുകയും വേണം. എന്നിട്ട് സെൽഫ് സർവീസ് ഇവിടെ മിക്കയിടത്തുമുള്ള ഒരു അഭിഞ്ഞ പരിപാടിയാണ്. നമ്മൾ കാശ് കൊടുക്കും, എന്നിട്ട് സെൽഫ് സർവീസ് നമ്മൾ തന്നെ വെയിറ്ററുടെ പണിയും ചെയ്യണം. നാണമില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവൻ വെച്ചിരിക്കുന്ന ഒരു ബോർഡിൻ്റെ കാശ് മതി 2 പണിക്കാരെ അവിടെ നിർത്താൻ. വൃത്തികെട്ട സ്വഭാവം. ഇതുപോലൊരു ഹോട്ടൽ ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും നിങ്ങൾ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ കയറുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വേസ്റ്റായിട്ടുള്ളൊരു സംഭവം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ബൈപ്പാസ് റോഡാണിത്. എക്സ്പ്രസ് ഹൈവേ എൻ്റെ വലത്തുവശത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോകുന്നത് രാമോജി ഫിലിം സിറ്റി, ദ ഗ്രേറ്റ് രാമോജി ഫിലിം സിറ്റിയാണ്. രാമോജി റാവു എന്ന വ്യക്തി നിർമ്മിച്ച ആ ഫിലിം സിറ്റി കാണാനുള്ള യാത്രയിലാണ്. ഈ കാണുന്ന വഴിയിലൂടെ ഇനിയൊരു 7.5 കിലോമീറ്റർ പോയാലാണ് നമുക്ക് ഫിലിം സിറ്റിയിലേക്ക് എത്താൻ പറ്റുക. ആ കാണുന്ന ഏരിയയാണ്. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകണം. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സംസാരിക്കുന്നതിലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല പൊടിയുള്ളിടത്താണ് കിടന്നത്. അപ്പോൾ തന്നെ നമുക്കിവിടെ ഇത് കണ്ടോ, പാടശേഖരമാണ് കാണുന്നത്. എൻ്റെ പുറകിലാണ് ഇവിടുത്തെ ഹൈദരാബാദ് ഹൈടെക് സിറ്റി പണിതുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ സംഭവം തന്നെയാണ് കേട്ടോ. കിലോമീറ്ററുകൾ ഇങ്ങനെ ബിൽഡിങ്ങുകൾ മാത്രം ഉള്ള ഒരു രീതി. അപ്പോഴത്തെ രാമോജി ഫിലിം സിറ്റിയിലോട്ട് അടുക്കാറായി. കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അങ്ങോട്ടുള്ള ഹൈവേ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ കുഞ്ഞിനെയൊക്കെ ഒന്ന് ഇറക്കി ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒരിച്ചിരി കഴിഞ്ഞ് അങ്ങ് പോയേക്കാമെന്ന് ഓർത്താണ്. 9 മണിക്കാണ് എൻട്രൻസ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് അവിടെ എത്തണം. ഇനി ഒരു 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇറക്കം വിട്ട് നേരെ പോയാൽ മതി. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ കർണാടക, തമിഴ്, ആന്ധ്ര എല്ലാം സെയിം ഇതാണ്. പിന്നെ ഭൂപ്രകൃതി എല്ലാം സെയിമാണ്. അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. കുറച്ച് പാറക്കല്ലുകൾ, അതിനിടയിൽ കുറച്ച് മണ്ണ്, അങ്ങനത്തെ ഒരു പ്രദേശമാണിത്. ആർക്കും വേണ്ടാകുന്ന സ്ഥലത്താണല്ലോ ഇതുപോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ പണിയുന്നത്. കൃഷിഭൂമിയൊക്കെ കൃഷിക്കായിട്ട് തന്നെ മാറ്റിയിടും. ബാക്കിയെല്ലാം ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ് വരിക. അങ്ങനെ ഹൈദരാബാദിൻ്റെ ഔട്ടർ ഏരിയയിലാണ് ഈ കാണുന്നത്. അപ്പോഴത്തെ ഇതൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. എന്താണെന്നറിയില്ല, ചെറിയ ഒച്ചയടപ്പൊക്കെ ഉള്ളതുകൊണ്ട് സംസാരിക്കുമ്പോഴത്തേനും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ക്ഷമിക്കുക, 2 ദിവസം കൊണ്ട് ശരിയാവും എന്നാണ് വിചാരിക്കുന്നത്. ആ കാണുന്നതൊക്കെ ഇതാണ് നമ്മുടെ ഞാവലിൻ്റെ വലിയ ട്രീസാണ്. ആ കാണുന്നതൊക്കെ ഞാവൽ, പുളിയൊക്കെയാണ്. അപ്പോൾ ശരി, നമുക്ക് യാത്ര മുന്നോട്ട് പോകാം രാമോജി ഫിലിം സിറ്റിയിലേക്ക്. അപ്പോഴത്തേ നമ്മൾ രാമോജി ഫിലിം സിറ്റിയുടെ ടിക്കറ്റ് കൗണ്ടറിലോട്ടുള്ള കയറ്റം തള്ളിക്കൊണ്ടിരിക്കുകയാണ്. 5 കിലോമീറ്റർ മലയുടെ മണ്ട ചെന്നാലേ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ കാണുന്ന സ്ഥലത്തോട്ട് പോകാൻ.
ഈ വലിയ സംഭവമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലമൊക്കെ എവിടെയാണെന്ന് എനിക്ക് ദൈവത്തിനെ അറിയത്തുള്ളൂ. അങ്ങങ്ങാണ്ടാ, പക്ഷേ ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ്? ഇത് കണ്ടോ, അങ്ങ് അകലെയങ്ങാണ്ടാണ് ബാക്കി സംഭവങ്ങൾ. അതെ, അതുകൊണ്ട് അങ്ങ് അറ്റത്ത്. പക്ഷേ എന്നത്തിന് ഞാൻ ഇതിൻ്റെ മണ്ടയിലോട്ട് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇതുവരെ. അതെ, രാമോജി ഫിലിം സിറ്റിയുടെ വണ്ടിയൊക്കെ കയറി വരുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഒരിടത്തും ഇത് സിറ്റി വേറൊരിടത്തുമാണ്, അങ്ങ് അകലെയാണ്. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. വണ്ടി കയറി പോകുന്ന കാണാം. ഇനിയിപ്പോൾ 4 കിലോമീറ്റർ കൂടെ കയറി ചെന്നാലേ ഉള്ളൂ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഉച്ചയാവും അങ്ങ് ചെല്ലുമ്പോൾ, പിന്നെ പോയിട്ട് കാര്യമൊന്നുമില്ല, വല്ലാത്ത പണിയായിപ്പോയി. അപ്പോൾ ശരി, പോയി നോക്കാം. അപ്പോൾ അതായത് നമ്മൾ രാമോജി ഫിലിം സിറ്റിക്ക് അകത്തോട്ട് ടിക്കറ്റ് കൗണ്ടറിന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നീണ്ടു താർന്ന് കിടക്കുന്ന വഴി കണ്ടോ. ഇതെല്ലാം പ്രൈവറ്റ് സർവീസിൽ, ഇത് കോൺട്രാക്ട് ബേസിൽ ഓടുന്ന വണ്ടികളാണ്, രാമോജിയുടെയാണ്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അപ്പോഴത്തെ വണ്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ നമ്മുടെ സൈക്കിളും കുഞ്ഞിയൊക്കെ തേയിരിക്കുന്നു. നല്ല കാഴ്ചയല്ലേ? വിശാലമായി ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും കുഞ്ഞിയും സൈക്കിളും മാത്രം ഈ റോഡിൽ. ഒരു വല്ലാത്ത സീൻ തന്നെയാണ്. ഞാൻ നടുക്ക് വെച്ച് എടുക്കാൻ നോക്കുമ്പോഴത്തേനും വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് കാണാൻ. ഏതായാലും തള്ളി ഇനി 2.5 കിലോമീറ്റർ കൂടെ തള്ളാനുണ്ട്. ഇവിടുന്ന് കയറ്റം കയറി ഇറങ്ങണം. അപ്പോൾ അങ്ങനെ ഈ യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ നമ്മൾ രാമോജി ഫിലിം സിറ്റിയിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രി പോയിൻറ്റിൽ വെച്ചിരിക്കുന്ന ആ ഒരു എംബ്ലമാണ് രാമോജി ഫിലിം സിറ്റിയുടെ. ഇവിടെ ഇതാണ് പാർക്കിംഗ് ഏരിയ. പിന്നത്തെ അത് കണ്ടോ, അവിടെ ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാർക്കിംഗ് ഏരിയയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി കൂടി ഉണ്ട് ടിക്കറ്റ് കൗണ്ടറിലോട്ട്. അപ്പോൾ ഏകദേശം 4 കിലോമീറ്ററോളം നമ്മൾ സൈക്കിൾ ചവിട്ടി വന്നിട്ടാണ്, കയറ്റമാണ്, കയറ്റം ഇറക്കമൊക്കെ ആയിട്ടുള്ള ഒരു രാമോജി ഫിലിം സിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇത് ആ രാമോജി ഫിലിം സിറ്റിയുടെ ആ എംബ്ലം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പോയി സിറ്റിക്കകത്തെല്ലാം കയറിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങോട്ടാണ് സിറ്റിക്കകത്തോട്ടുള്ള യാത്ര. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവുകയാണ്. ധാരാളം ബസ്സുകൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഫിലിം സിറ്റിക്കകത്തോട്ട്. അപ്പം നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ രാമോജി ഫിലിം സിറ്റിയുടെ ആ എംബ്ലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ആ മലയുടെ അടിവാരത്ത് വളരെ മനോഹരമായൊരു കാഴ്ച. ഇപ്പോഴത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എൻട്രി കൗണ്ടറിലോട്ട് നമ്മൾ പോവുകയാണ്. പോയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്ന് നോക്കാം എന്നാ സംഭവമെന്ന്. ഇവിടെ പഴയ ഒരു പ്രൊജക്ടറിൻ്റെ പടം കൊടുത്തിട്ട്, ക്യാമറയുടെ പടം കൊടുത്തിട്ട് അവിടെ ആൾക്കാരിരുന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോ ഏരിയയാണ്. അപ്പത്തെ എൻട്രി പോയിൻറ്റിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്.
അങ്ങനെ രാജകീയമായ സിറ്റിയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ്.